ഇലക്ഷൻ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് യു.ഡി.എഫ്. ഉഭയകക്ഷി ചർച്ചകൾക്ക് നാളെ തുടക്കമാകും. ഘടകകക്ഷികളുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തും. സീറ്റുകൾ വച്ചുമാറുന്നതാണ് പ്രധാന ചർച്ച. ആർ റോഷിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഒപ്പം ജയശങ്കർ കൂടി ചേരും. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ലീഗും കോൺഗ്രസും പല സീറ്റുകളും വെച്ചുമാറുന്നതിനുള്ള ചർച്ചകളുണ്ട്. അത് പല ഘട്ടങ്ങളിലായി നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടതാണ്. ഗുരുവായൂർ, തിരുവമ്പാടി, പുനലൂർ ഉൾപ്പെടെ പല സീറ്റുകളിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഘടകകക്ഷികൾക്ക് നൽകുന്ന സീറ്റുകൾ, വെച്ചുമാറാവുന്ന സീറ്റുകളിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി തന്നെ ചർച്ചകൾ നടത്തും. ഏതായാലും ഉഭയകക്ഷി ചർച്ചകൾക്ക് നാളെ തുടക്കമാകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം. വെള്ളിയാഴ്ച ദില്ലിയിൽ പോകും നേതാക്കൾ എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക്, നിർണായക ചർച്ചകളിലേക്ക് യു.ഡി.എഫ്. കടക്കുകയാണ്. നമുക്കറിയാം 100 സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് യു.ഡി.എഫിന്റെ നീക്കം. ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നൊരു അജണ്ട കൂടിയുണ്ട്. റോഷിപാൽ, ഏറ്റവും പ്രധാനം ഇതാണ്. ഉഭയകക്ഷി ചർച്ചകൾക്ക് തുടക്കമാകുന്നു. എത്ര സീറ്റുകൾ, അതിൽ ഏതൊക്കെ സീറ്റുകൾ, മാത്രമല്ല വെച്ചുമാറാവുന്ന സീറ്റുകൾ, അതിലൊക്കെ തന്നെയും ചർച്ചകൾ ഉണ്ടാകുമല്ലേ? വിനീത, വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് യു.ഡി.എഫ്. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുന്നത്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ആ സഭാ സമ്മേളനത്തിന് സമാന്തരമായി തന്നെ മറുഭാഗത്ത് യു.ഡി.എഫ്. നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ഉഭയകക്ഷി ചർച്ചകൾക്ക് തുടക്കമിടും. മുസ്ലിം ലീഗ്, ഒപ്പം കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗം, CMB, RSP ഉൾപ്പെടെയുള്ള കക്ഷികളുമായി ചർച്ച ചെയ്യും. ഏതൊക്കെ സീറ്റുകൾ വെച്ചുമാറണം എന്ന കാര്യത്തിലടക്കം വിശദമായ ചർച്ചകളായിരിക്കും. ഈ തവണ വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയാണ് സീറ്റ് വിഭജനവും പൂർത്തിയാക്കുക. അതിന് പിന്നാലെ ഫെബ്രുവരി ആദ്യവാരമെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. ഈ 23-ാം തീയതി ദില്ലിയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ദില്ലിയിലേക്ക് പോകും. മുൻ KPCC അധ്യക്ഷന്മാരും ഒപ്പം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുക. അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനു മുമ്പ് 23-ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നതിന് മുമ്പ് തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് നാളെ മുതൽ തുടങ്ങുന്ന സീറ്റ് വിഭജന ചർച്ചകൾ ഏറ്റവും പ്രധാനമാകും. വിജയസാധ്യതയനുസരിച്ച് പരസ്പരം സീറ്റുകൾ വെച്ചുമാറാനുള്ള തീരുമാനത്തിലേക്ക് ഘടകകക്ഷികൾ, മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കമുള്ള കക്ഷികൾ തയ്യാറാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ സീറ്റുകൾ എല്ലാ കക്ഷികളും ആവശ്യപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം ഏറ്റവും നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ വിജയിക്കുക എന്ന ലക്ഷ്യമാണ് യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ യു.ഡി.എഫ്. നേതൃത്വം ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ് പോകുന്നത്. സ്ഥാനാർത്ഥികൾ ആദ്യം കളത്തിലിറക്കി കളം പിടിക്കുക എന്ന നീക്കമാണ് ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ്. പ്രാവർത്തികമാക്കാൻ പോകുന്നത്. വിനിത, അതാണ് റോഷിപാൽ പറഞ്ഞതുപോലെ, അതാണ് കോൺഗ്രസിന്റെ, യു.ഡി.എഫിന്റെ ഒക്കെ തന്നെയും തന്ത്രം. ഏതായാലും നാളെ ഉഭയകക്ഷി ചർച്ചകൾക്ക് തുടക്കമാകാൻ പോകുന്നു. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക്, സീറ്റ് നിർണയ ചർച്ചകളിലേക്ക് ഒക്കെ തന്നെയും യു.ഡി.എഫ്. കടക്കുന്നു എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമ്മൾ വീണ്ടും പോയാൽ